യുദ്ധഭൂമിയിൽ ഒരു രാജ്യത്തിന്റെ സൈനികർ മാത്രം പ്രത്യക്ഷപ്പെടുമ്പോഴാണ് സാധാരണയായി ഒരു സഖ്യത്തിന്റെ ശക്തി നമ്മൾ അളക്കുന്നത്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ നടക്കുന്നതായി യുക്രൈനിയൻ ഇന്റലിജൻസ് ആരോപിക്കുന്ന നീക്കങ്ങൾ അതിനേക്കാൾ സങ്കീർണമാണ്. തോക്കുമായി മുന്നണിയിലേക്ക് എത്തുന്ന സൈനികരെക്കാൾ ആകാശത്ത് ഡ്രോണുകൾ പറത്തുന്ന ഓപ്പറേറ്റർമാരും റഷ്യൻ സൈനികരുടെ പിൻനിര ചുമതലകൾ ഏറ്റെടുക്കുന്ന യൂണിറ്റുകളും അതോടൊപ്പം ബാലിസ്റ്റിക് മിസൈലുകളും വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യയും ഉൾപ്പെടുന്ന ഒരു വലിയ സൈനിക കൈമാറ്റമാണ് ഇവിടെ രൂപപ്പെടുന്നതെന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ഉയരുന്നു: റഷ്യക്ക് ഉത്തര കൊറിയ നൽകുന്നത് സൈനികരെ മാത്രമാണോ, അതോ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു മുഴുവൻ സൈനിക പാക്കേജാണോ? യുക്രൈനിയൻ പ്രതിരോധ ഇന്റലിജൻസ് ഡെപ്യൂട്ടി ചീഫ് മേജർ ജനറൽ വാഡിം സിബിറ്റ്സ്കി മുന്നോട്ട് വെച്ച അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ റഷ്യയിലെ ഉത്തര കൊറിയൻ സൈനിക സാന്നിധ്യം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. റഷ്യയിലെത്തിയ പുതിയ ഏകദേശം 8500 ഉത്തര കൊറിയൻ സൈനികരിൽ ഏകദേശം 400 പേർ ഡ്രോൺ ഓപ്പറേറ്റർമാരാണെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഇത് ചെറിയൊരു സംഖ്യയായി തോന്നാമെങ്കിലും ആധുനിക യുദ്ധത്തിൽ ഡ്രോൺ ഓപ്പറേറ്റർമാരുടെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വലുതാണ്. നിരീക്ഷണം മുതൽ ലക്ഷ്യം കണ്ടെത്തൽ, ആക്രമണത്തിന് സഹായം നൽകൽ വരെ ഡ്രോണുകൾ ഇന്ന് യുദ്ധഭൂമിയിലെ നിർണായക ഉപകരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രോൺ ഓപ്പറേറ്റർമാരെ റഷ്യയുടെ വിവിധ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്നാണ് യുക്രൈൻ പക്ഷത്തിന്റെ വിലയിരുത്തൽ. റഷ്യക്കുള്ളിലെ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ യുക്രൈനിലെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനും ആക്രമണങ്ങൾക്ക് സഹായം നൽകുന്നതിനും ഇവരെ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഡ്രോൺ ഓപ്പറേറ്റർമാർ മാത്രമല്ല. പുതിയ ഉത്തര കൊറിയൻ വിന്യാസത്തിൽ ഏകദേശം 1000 എഞ്ചിനീയർമാരും മൈൻ ക്ലിയറിംഗ് ചുമതലകൾ നിർവഹിക്കുന്നവരും ഉൾപ്പെടാമെന്നാണ് യുക്രൈനിയൻ ഇന്റലിജൻസ് പറയുന്നത്. അതായത് ഉത്തര കൊറിയൻ സൈനികരുടെ പങ്കാളിത്തം നേരിട്ട് മുൻനിരയിൽ വെടിവെക്കുന്നതിൽ മാത്രം ഒതുങ്ങണമെന്നില്ല. യുദ്ധമേഖലയിൽ നിന്ന് അല്പം പിന്നിലുള്ള നിർണായക ചുമതലകൾ ഏറ്റെടുക്കുന്നതിലൂടെ റഷ്യൻ സൈനികരെ മറ്റ് മേഖലകളിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമായും ഈ സേനയെ ഉപയോഗിക്കാം. ഇതാണ് ഈ നീക്കത്തിന്റെ യഥാർത്ഥ തന്ത്രപരമായ വശം. ഉത്തര കൊറിയൻ സൈനികർ നേരിട്ട് യുക്രൈൻ മണ്ണിലേക്ക് പ്രവേശിച്ചില്ലെങ്കിലും അവർ റഷ്യൻ സൈനികരുടെ പിൻനിര ചുമതലകൾ ഏറ്റെടുത്താൽ റഷ്യക്ക് അതിൽ നിന്ന് പരോക്ഷമായ നേട്ടമുണ്ടാകും. ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ്, സുരക്ഷ, മൈൻ ക്ലിയറിംഗ് തുടങ്ങിയ ജോലികളിൽ നിന്ന് റഷ്യൻ സൈനികരെ ഒഴിവാക്കി അവരെ മുൻനിരയിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യം യുദ്ധഭൂമിയിലെ റഷ്യൻ മനുഷ്യശേഷിയെ ഫലപ്രദമായി വർദ്ധിപ്പിക്കുന്നതിന് തുല്യമായേക്കാം. അതുകൊണ്ട് തന്നെ അവർ യുക്രൈനിൽ നേരിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തെക്കാൾ അവർ റഷ്യയുടെ യുദ്ധശേഷിയെ എത്രത്തോളം സ്വതന്ത്രമാക്കുന്നു എന്ന ചോദ്യമാണ് കൂടുതൽ പ്രസക്തമാകുന്നത്. ഇതിനിടെയാണ് മറ്റൊരു വലിയ കണക്ക് ശ്രദ്ധ നേടുന്നത്. സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും തമ്മിൽ കൂടിക്കാഴ്ച നടക്കാനിരിക്കെ റഷ്യ ഉത്തര കൊറിയയിൽ നിന്ന് 50,000 സൈനികരെ കൂടി ആവശ്യപ്പെട്ടേക്കാമെന്ന് യുക്രൈനിയൻ ഇന്റലിജൻസ് വിലയിരുത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനകം തന്നെ ഏകദേശം 25,000 ഉത്തര കൊറിയൻ സൈനികർ റഷ്യയിലെത്തിയിട്ടുണ്ടെന്നോ അവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെന്നോ ഉള്ള യുക്രൈനിയൻ അവകാശവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കണക്ക് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. 50,000 അധികം സൈനികരുടെ സാധ്യത യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക സഹകരണത്തിന്റെ വലുപ്പത്തിൽ വലിയൊരു ചുവടുവെപ്പായിരിക്കും. ഇതുവരെ ആയുധങ്ങൾ, മിസൈലുകൾ, സൈനികർ തുടങ്ങിയ വിവിധ രൂപങ്ങളിൽ സഹകരണം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും 10,000-കണക്കിന് സൈനികരെ സ്ഥിരമായി യുദ്ധവുമായി ബന്ധപ്പെട്ട ചുമതലകളിലേക്ക് എത്തിക്കുന്നത് ബന്ധത്തെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തും. എന്നാൽ ഈ 50,000 എന്ന കണക്ക് ഇപ്പോൾ ഒരു യുക്രൈനിയൻ ഇന്റലിജൻസ് വിലയിരുത്തൽ മാത്രമാണ്. സ്വതന്ത്രമായി സ്ഥിരീകരിച്ച അന്തിമ കണക്കായി കാണേണ്ടതില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. റഷ്യക്ക് ഉത്തര കൊറിയ നൽകുന്ന പിന്തുണയുടെ മറ്റൊരു നിർണായക ഘടകം ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഉത്തര കൊറിയൻ KN-23, KN-24 മിസൈലുകൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുമുണ്ട്. സിബിറ്റ്സ്കിയുടെ അവകാശവാദം അനുസരിച്ച് 2024 ഓഗസ്റ്റിന് മുമ്പ് കുറഞ്ഞത് 150 KN-23, KN-24 മിസൈലുകളെങ്കിലും റഷ്യക്ക് നൽകിയിരുന്നുവെന്നും 120 എണ്ണം കൂടി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും പറയുന്നു. ഇവിടെ റഷ്യ ഉത്തര കൊറിയ ബന്ധത്തിന്റെ മറ്റൊരു വശവും പുറത്തുവരുന്നു. ഈ സഹകരണം റഷ്യക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഒരു ഏകപക്ഷീയമായ ഇടപെടലല്ല എന്നാണ് യുക്രൈനിയൻ ഇന്റലിജൻസ് ആരോപിക്കുന്നത്. മറുപടിയായി ഉത്തര കൊറിയ റഷ്യയിൽ നിന്ന് കൂടുതൽ ആധുനികമായ സൈനിക സാങ്കേതിക വിദ്യയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് S-400 പോലുള്ള ആധുനിക പ്രതിരോധ സംവിധാനം ഉത്തര കൊറിയയുടെ താൽപര്യത്തിലുള്ളതാണെന്ന അവകാശവാദം ഈ ബന്ധത്തിന്റെ തന്ത്രപ്രാധാന്യത കൂടുതൽ വ്യക്തമാക്കുന്നു. റഷ്യ ഇതിനകം ഉത്തര കൊറിയക്ക് പാൻസിർ S-1 പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന അവകാശവാദങ്ങളും പുറത്തുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈനികർക്ക് പകരം സൈനിക സാങ്കേതിക വിദ്യയും പരിശീലനവും ഉൾപ്പെടുന്ന ഒരു ദീർഘകാല കൈമാറ്റ സംവിധാനമാണ് രൂപപ്പെട്ടതെന്ന് വിലയിരുത്തേണ്ടി വരും. ഉത്തര കൊറിയ റഷ്യക്ക് മനുഷ്യശേഷിയും ആയുധങ്ങളും നൽകുന്നു. പകരമായി റഷ്യ ഉത്തര കൊറിയയുടെ സൈനിക സാങ്കേതിക വിദ്യശേഷി ഉയർത്താൻ സഹായിക്കുന്നു. അതേസമയം ഈ റിപ്പോർട്ടുകളിലെ പല നിർണായക കണക്കുകളും യുക്രൈനിയൻ ഇന്റലിജൻസ് അവകാശവാദങ്ങൾ മാത്രമാണ്. റഷ്യയും ഉത്തര കൊറിയയും ഈ ആരോപണങ്ങളെക്കുറിച്ച്
വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകാം. കൂടാതെ യുദ്ധകാലത്ത് സൈനിക വിന്യാസത്തിന്റെ കൃത്യമായ കണക്കുകൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതിനാൽ 8500 സൈനികർ, 400 ഡ്രോൺ ഓപ്പറേറ്റർമാർ, 50,000 അധിക സൈനികർ തുടങ്ങിയ കണക്കുകളെ സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതകളായി കാണുന്നതിന് പകരം യുക്രൈനിയൻ ഇന്റലിജൻസ് മുന്നോട്ട് വയ്ക്കുന്ന വിലയിരുത്തലുകളായി കാണുന്നതാണ് കൂടുതൽ ഉചിതം. ചുരുക്കത്തിൽ റഷ്യക്ക് ഉത്തര കൊറിയ നൽകുന്ന പിന്തുണ എത്ര സൈനികരിലോ എത്ര മിസൈലുകളിലോ ഒതുങ്ങുന്നില്ല. സൈനികർ മുതൽ ഡ്രോണുകൾ വരെ, മിസൈലുകളിൽ നിന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വരെ പരസ്പരം പൂരിപ്പിക്കുന്ന സൈനിക ശേഷികളുടെ കൈമാറ്റമാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഇത് യുക്രൈൻ യുദ്ധത്തിന്റെ ഗതിയെ മാത്രമല്ല, റഷ്യ ഉത്തര കൊറിയ ബന്ധത്തിന്റെ സ്വഭാവത്തെ മാറ്റാൻ സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ഉത്തര കൊറിയ എത്ര സൈനികരെ അയക്കുന്നു എന്നതല്ല, ഈ സഹകരണം എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നു, അതിലൂടെ റഷ്യക്ക് ലഭിക്കുന്ന സൈനിക ശേഷി എത്രമാത്രം വർദ്ധിക്കുന്നു, അതിന്റെ പ്രത്യാഘാതം യുക്രൈൻ അതിർത്തികൾക്കപ്പുറം എത്ര ദൂരത്തേക്ക് എത്തുന്നു എന്നതാണ്.